എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് സാസുകയും നറൂട്ടോയും അവർ രണ്ടുപേരും ചേർന്ന് കാഗുയയുടെ മേലെ കൈവച്ച് അവളെ സീൽ ചെയ്യാനായിട്ട് ആരംഭിക്കും. അവളാണെങ്കിൽ ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ആയി പോവും. പണ്ട് ഇന്ദ്രയും ആസുരയും അവർ രണ്ടുപേരും അവളെ സീൽ ചെയ്തപ്പോൾ തന്നെ വീണ്ടും അവളെ സീൽ ചെയ്യാണ്. ഇത്തവണ നറൂട്ടോയും സാസുകയുമാണ്. അവൾക്ക് അവരെ കാണുമ്പോൾ അവളുടെ മക്കളായ ഇന്ദ്രയെയും ആസുരയെ ഓർമ്മ വരും. അടുത്ത സെക്കൻഡ് അവൾ സീലായി തിരിച്ചങ്ങനെ ആഗ്രാമയുടെ കയ്യിലേക്ക് വരും. ആൾക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷാവും. ശ്വാസം വലിച്ചു വിട്ട് അങ്ങനെ ഒരു വിധത്തില് കാഗുയെ സീൽഡായെന്ന് പറഞ്ഞ് ആള് റിലാക്സ് ചെയ്യും. ഒഗാറാമോ ആണെങ്കിൽ ഇപ്പൊ അവളുടെ ടൈം സ്പേസും ബ്ലാക്ക് സ്പിയറും ഒക്കെ തന്നെ നശിപ്പിക്കാൻ തുടങ്ങും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ആ ഒരു ടൈം സ്പേസ് കാണിക്കും. അത് മുഴുവനായിട്ടും തകർന്ന് ആ ബ്ലാക്ക് സ്പിയർ അതങ്ങനെ ഇൻവിസിബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാഗുയക്കാണെങ്കിൽ അവളുടെ യഥാർത്ഥ രൂപം നഷ്ടപ്പെട്ട് അവൾ പതിയെ പതിയെ ആ ടെൻഡേൽ ബീസ്റ്റ് ആയി മാറാൻ തുടങ്ങും. അതേസമയം ഇവിടെ സാക്കുറ അവൾ ആ ഒരു ബേസ് തകർന്ന് അങ്ങനെ തെറിച്ചു പോവും. കറക്റ്റായിട്ട് കാക്കാഷി മാസ്റ്റർ അവളെ ക്യാച്ച് ചെയ്യും. അവിടെ ഉണ്ടായിരുന്ന കല്ലുകള് അതെല്ലാം തന്നെ തെറിച്ചു വന്ന് അവളുടെ ദേഹത്തേക്ക് ആഞ്ഞടിക്കും. എന്നിട്ടത് മുഴുവനായിട്ടും അവൾ അതിൽ സീൽ ചെയ്യും. അവളുടെ ബോഡിയിലുണ്ടായിരുന്ന ആ 9 ടെയിൽ ബീസ്റ്റുകള് അവറ്റകൾ ഇപ്പൊ പുറത്തേക്ക് വരും. മാത്രമല്ല അവൾ അബ്സോർബ് ചെയ്തിരുന്ന മാധുരയുടെ ബോഡി അതും അവൾ പുറത്തേക്ക് തുപ്പും. സാക്കുറയാണെങ്കിൽ ഇപ്പൊ സാസുകയുടെ പേര് വിളിച്ച് നിലവിളിക്കും. ഉടനെ സാസുക അവനിപ്പോ സാക്കുറയുടെ അടുത്തേക്ക് വരും. അതിനുശേഷം അവർ നറൂട്ടോയെ അന്വേഷിക്കും. സാസുക പറയും നറൂട്ടോ അവൻ അത്യാവശ്യമായിട്ട് എന്തോ ഒന്ന് ചെയ്തു തീർക്കാനുണ്ടെന്ന് പറഞ്ഞ് അവൻ ഇവിടുന്ന് പോയി. അത് കേട്ട് സാക്കുരയുടെ ഹാർട്ട് ബീറ്റ് അത് കൂടാൻ തുടങ്ങും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ബ്ലാക്ക് സെഡ്സു അതിനെ കാണിക്കും. അവൻ കാഗുയെ നോക്കി ഒരുപാട് വിഷമിച്ചിരിക്കുകയാണ്. കുഴപ്പമില്ല, ഇനിയും ഞാൻ എൻ്റെ അമ്മയെ തിരികെ കൊണ്ടുവരും. ആരെങ്കിലും കണ്ടെത്തി എല്ലാ പഴുതുകളും അടച്ച് എൻ്റെ അമ്മയെ ഞാൻ ഇവിടേക്ക് തിരികെ എത്തിക്കും. അവനത് പറഞ്ഞു തീർക്കുമ്പോഴേക്കും സാക്ഷാൽ നറൂട്ടോ ഇപ്പോ അവന്റെ മുൻപിലേക്ക് വരും. നിനക്കിനിയും നിന്റെ അമ്മയെ വിളിച്ചു വരുത്തണം അല്ലേടാ? ഇനി നീ ഇവിടെ ഉണ്ടാകാൻ പാടില്ല, നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവനെ അറ്റാക്ക് ചെയ്യാൻ നറൂട്ടോ ഓടിയെടുക്കും. അതിന് ബ്ലാക്ക് സെഡ്സ് പറയും നിന്നെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ ഷിനോബി ലൈഫ് അതില്ലാതാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഉടനെ നറൂട്ടോ അവനെ തൂക്കിയെടുത്ത് ചോദിക്കും ഒരു ഷിനോബി എന്താണെന്ന് നിനക്കറിയോ? അവരുടെ ലൈഫിനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയോ? നറൂട്ടോ ഒരു സെക്കൻഡ് അവന്റെ ഷിനോബി വേൾഡിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളും ആലോചിക്കും. എനിക്ക് ഷിനോബി വേൾഡില് ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ജിറയ മാമൻ, ആസുറ സെൻസായി, കാക്കാഷി മാസ്റ്റർ എന്നിങ്ങനെ ഒത്തിരി പേര് അവരുടെ ലൈഫിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പകർന്നു തന്നിട്ടുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും അവരുടെ ജീവൻ സാക്രിഫൈസ് ചെയ്ത് എന്നെ ഇവിടെ വിട്ടിട്ട് പോയതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. അതെനിക്ക് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് ബ്ലാക്ക് സെഡ്സ് തൂക്കിയെടുത്ത് കറക്കി കറക്കി കാഗുയെ സീൽ ചെയ്ത ആ ഒരു സീലിംഗ് ജിപ്സുവിലേക്ക് അങ്ങനെ വലിച്ചെറിയും. ഞൊടിയിടയില് ഇപ്പൊ അവനും അതിൽ സീലാവും. ആ ഒരു സീലിംഗ് ജിപ്സു അതിപ്പോ വലിയൊരു ഗോളായി മാറും. കാക്കാഷിക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷാവും. ഉടനെ നറൂട്ടോ അവനിപ്പോ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് തിരികെ എത്തും. നറൂട്ടോ പറയും എല്ലാം ശുഭം, അവർ രണ്ടുപേരെയും നമ്മൾ സീൽ ചെയ്ത് കഴിഞ്ഞു. അത് കേട്ട് സാക്കുറ അവള് വമ്പൻ ആവേശത്തില് കൈയൊക്കെ അടിച്ച് ചേറിയും. അവള് പറയും എനിക്കൊന്ന് ചൂടുവെള്ളത്തിൽ കുളിക്കണം, അതിനു മുൻപായിട്ട് ഈ ഒരു ടൈം സ്പേസിൽ നിന്ന് നമുക്ക് തിരികെ പോണ്ടേ, എനിക്ക് ടൈം സ്പേസിൽ നിന്നും മടുത്തു എന്ന് പറഞ്ഞ് അവളിപ്പോ ബഹളം വെക്കാനായിട്ട് ആരംഭിക്കും. കട്ട് ചെയ്ത ഇവിടെ ഹൊഗാറാമോ ആളാണെങ്കിൽ വലിയൊരു ജിപ്സ് ഉപയോഗിച്ച് ആ ഒരു ടൈം സ്പേസിൽ നിന്ന് 9 ബീസ്റ്റുകളെയും നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും തിരികെ ആളുടെ തൊട്ട് മുൻപിലേക്ക് കൊണ്ടുവരും. നറൂട്ടോ ടെൻഷനായിട്ട് ചുറ്റും നോക്കും. അപ്പൊ ദൂരത്തായിട്ട് മിനട്ടോയെ കാണും. അതിന്റെ ഓപ്പോസിറ്റ് മാധുരയുടെ ബോഡി. ഇവിടെ സാക്കുറയാണെങ്കിൽ സേജ് ഓഫ് സിക്സ് പാത്തിനെ ചൂണ്ടിക്കാണിച്ച് ഇതാരാണെന്ന് നറൂട്ടോട് ചോദിക്കും. അപ്പോഴായിരിക്കും നറൂട്ടോ പറയാ ഇദ്ദേഹമാണ് സാക്ഷാൽ സേജ് ഓഫ് സിക്സ് പാത്ത്. നറൂട്ടോ ഒരുപാട് സന്തോഷത്തോടെ ആളോട് ചോദിക്കും ഗ്രാൻഡ്പാ നിങ്ങൾ ഇവിടേക്ക് വന്നല്ലേ? അതിനാള് പറയും അതെ ഞാൻ വന്നു. ഞാൻ മാത്രമല്ല ആ 9 ബീസ്റ്റുകളും കാഗാസും എല്ലാവരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മരിച്ചുപോയ എല്ലാ കാഗാസും അവർക്കാണെങ്കിൽ ഇപ്പൊ സേജ് ഓഫ് സിക്സ് പാത്തിനെ കണ്ട് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നും. അവര് പറയും നിങ്ങൾ ഡയറക്റ്റ് എത്തി ഈ ലോകത്തെ രക്ഷിച്ചു. നിങ്ങളുടെ പവർ അതൊന്നുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ഇതെല്ലാം ചെയ്യാൻ കഴിഞ്ഞത്. ഇവിടെ കാക്കാഷി ആണെങ്കിൽ ആകെ വണ്ടടിച്ച് നിൽക്കുകയാണ്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ എല്ലാ കാഗാസും ആ ബീസ്റ്റുകൾ 9 എണ്ണത്തിനെയും ഇപ്പോ സേജ് ഓഫ് സിക്സ് പാത്ത് ഇവിടേക്ക് ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. കാക്കാഷി മാസ്റ്റർ കണ്ണു തള്ളി അത് നോക്കി നിൽക്കും. ഉടനെ സേജ് ഓഫ് സിക്സ് പാത്ത് ആള് ചോദിക്കും നീ സാക്ഷാൽ
കാക്കാഷി ഹട്ടാഗെ അല്ലേ? ആക്ച്വലി എനിക്ക് നിന്റെ മൂവ് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നീയാണ് ഇവർക്ക് 3 പേർക്കും കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തത്. അതുകൊണ്ടാണ് ഇവരെ കൊണ്ട് കറക്റ്റായി എൻ്റെ അമ്മയെ സീൽ ചെയ്യാൻ കഴിഞ്ഞത്. അത് കേട്ട് കാക്കാഷി ആള് പറയും, അയ്യോ അല്ല അല്ല, ഇവര് 3 പേരും ഇവരാണ് ആക്ച്വലി എല്ലാം പ്ലാൻ ചെയ്തതും എക്സിക്യൂട്ട് ചെയ്തതും. ഇവരുടെ അത്രയും കഴിവും പവറൊന്നും എനിക്കില്ല. അതുപോലെ തന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവനും എന്നെ ഹെൽപ്പ് ചെയ്തു. അതിന് ഹൊഗാറാമ പറയും, അതുകൊണ്ടാണ് നീ നല്ലൊരു വഴികാട്ടിയാണെന്ന് ഞാൻ പറഞ്ഞത്. നീ ഒബീട്ടോയുടെ ബെസ്റ്റ് ഫ്രണ്ടും ഇവരുടെ 3 പേരുടെയും നല്ലൊരു ടീച്ചറുമാണ്. നിനക്ക് ഇവരെ എല്ലാവരെയും നല്ല പാതയിലേക്ക് കൊണ്ടുപോകാനുള്ള നല്ലൊരു കഴിവുണ്ട്. നറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ 9 ടൈലിനെ കണ്ട് കൈയൊക്കെ വീശി കാണിക്കും. ഏയ് കുറാമ, ഒരുപാട് ദിവസങ്ങളായല്ലേ നമ്മൾ 2 പേരും രണ്ടായിട്ട്, നീ എന്നെ മിസ് ചെയ്തോ? അതിനാ 9 ടൈൽ പറയും, നീ ഇത്രയ്ക്കും വലിയ മണ്ടനാണോ? എന്റെ പകുതി പോർഷൻ അതിപ്പോഴും നിന്റെ ബോഡിയിൽ തന്നെയുണ്ട്, പിന്നെങ്ങനെ ഞാൻ നിന്നെ മിസ് ചെയ്യും? നറൂട്ടോയുടെ സന്തോഷം കാണുമ്പോൾ ഹൊഗാറാമയ്ക്കും ഒത്തിരി സന്തോഷാവും. ഹൊഗാറാമോ ആള് കാക്കാഷിയോട് പറയും, നിന്റെ വിഷമം അതെനിക്കറിയാം, ഉറപ്പായിട്ടും ഒബീട്ടോയോടും ഞാൻ സംസാരിക്കും. ഇത് കേൾക്കുമ്പോ ഇപ്പൊ കാക്കാഷിക്ക് ഒരുപാട് വിഷമാവും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ഒബീട്ടോ അവൻ ഇപ്പോഴും കാക്കാഷിയുടെ ബോഡിയിൽ തന്നെയുണ്ട്. ഒബീട്ടോ പറയും, കാക്കാഷി ആക്ച്വലി നിന്നോട് യാത്ര പറയാനാണ് ഞാൻ ഇത്രയും നേരവും ഈ ബോഡിയിൽ നിന്നത്. ഞാനും റിന്നും ഞങ്ങൾ 2 പേരും നിന്റെ കൂടെ തന്നെ ഉണ്ട്. നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. റിൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സോ എനിക്ക് പോവാൻ സമയമായെന്ന് പറഞ്ഞ് ഒബീട്ടോ അവൻ പതിയെ പോവാൻ തയ്യാറെടുക്കും. ഉടനെ കാക്കാഷിയുടെ ശരീരം കണ്ണ് അതങ്ങനെ കറങ്ങി കറങ്ങി നോർമൽ ആവാൻ തുടങ്ങും. കാക്കാഷിയുടെ ബോധം പോയി അവനിപ്പോ പതിയെ താഴേക്ക് വീഴും. ഉടനെ സാക്കുറ ഇപ്പൊ കാക്കാഷി മാസ്റ്റർ അടുത്തേക്ക് ഓടിയെത്തും. സാസുകയാണെങ്കിൽ മാധുരയുടെ ബോഡി കണ്ട് അവിടേക്ക് പോവാൻ ശ്രമിക്കും. അത് കണ്ട് സേജ് ഓഫ് 6 പാത്ത് ആള് തടയും. ആള് പറയും, മാധുരയുടെ ബോഡിയിൽ ഇപ്പൊ ആ സേജ് ഓഫ് 6 പാത്തിന്റെ പവർ ഇല്ല. സോ അവനും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകുന്നു പറയും. അപ്പൊ അതേസമയം ടോബുറാമ അവൻ പതിയെ നടന്ന് മാധുരയുടെ ബോഡിയുടെ അടുത്തേക്ക് വരും. അവന്റെ പിന്നാലെ ഇപ്പൊ ഹാസറാമയും മാധുരയുടെ അടുത്തേക്ക് വരും. മാധുര അവൻ ഹാസറാമയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയും, ഞാൻ അച്ചീവ് ചെയ്യാൻ ശ്രമിച്ചത് അത് എന്നെ കൊണ്ടായില്ല. ഞാനായിരുന്നില്ല, മറിച്ച് ആ ബ്ലാക്ക് സെറ്റ്സു അവൻ എന്നെയായിരുന്നു കൺട്രോൾ ചെയ്ത് ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. നമുക്ക് 2 പേർക്കും സ്വപ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ എനിക്കതിന്റെ 1% പോലും സക്സസിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. പക്ഷെ നിന്നെ കൊണ്ട് ഓൾമോസ്റ്റ് അതിന് കഴിഞ്ഞു. പക്ഷെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. നിനക്ക് ഓർമ്മയില്ലേ നമ്മൾ 2 പേരും കണ്ട ആ പഴയ സ്വപ്നം? അവിടേക്ക് എത്താൻ ഇനിയും ഒരുപാട് ദൂരം മുൻപോട്ട് പോകണം. നല്ല കാര്യം സംഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫ്യൂച്ചറിലുള്ളവർക്ക് നമ്മൾ നല്ല കാര്യം മാത്രം വേണം പകർന്നു കൊടുക്കാൻ. നമ്മൾ 2 പേരും ചെറുപ്പത്തിൽ ഉറച്ചു പറഞ്ഞിരുന്നു, ഒരു കാരണവശാലും ലൈഫിൽ നമ്മുടെ ലക്ഷ്യം അത് അച്ചീവ് ചെയ്യാതെ മരിക്കില്ല എന്ന്. പക്ഷേ എനിക്ക് എൻ്റെ സ്വപ്നം അത് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ല. അത്രയും പറഞ്ഞ് മാധുര അവനവിടെ മരിച്ചു പോവാണ്. അതേസമയം ഇവിടെ സേജ് ഓഫ് 6 പാത്ത് ആള് പറയും, 5 കാഗാസിനെയും ഞാൻ തിരികെ കൊണ്ടുപോവുകയാണ്. ഇനി റീആനിമേഷൻ ജിപ്സു അതിവിടെ ഉണ്ടാവാൻ ഞാൻ അനുവദിക്കില്ല. അത് കേട്ട് നറൂട്ടോ അവനിപ്പോ മിനട്ടോയുടെ അടുത്തേക്ക് ഓടി വരും. മിനട്ടോ അവനെ ചേർത്ത് പിടിച്ച് പറയും, നിന്നെക്കുറിച്ച് ഓർത്ത് എനിക്കിപ്പോൾ ഒരുപാട് അഭിമാനമാണ്. ആക്ച്വലി ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് പപ്പ അവനെ വിഷ് ചെയ്യും. റീആനിമേഷൻ പതിയെ ബ്രേക്ക് ആവുമ്പോൾ ഇപ്പം മിനട്ടോ അവൻ പതിയെ പതിയെ അവിടുന്ന് പോകാനായിട്ട് ആരംഭിക്കും. ഉടനെ നറൂട്ടോ അവൻ വിളിച്ചു പറയും, പപ്പ എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അമ്മയോട് പറയണം. എനിക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. മാത്രമല്ല ഞാൻ ഡെയിലി 2 തവണ കുളിക്കും. ഞാനാണെങ്കിൽ ഞങ്ങളുടെ ടീമിൽ വെച്ച് ഭയങ്കര പവർഫുള്ളാണ്. അമ്മ പറയും പോലെ തന്നെ നല്ല ഭക്ഷണമൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്. വെള്ളവടിയില്ല, പുകവലിയില്ല, പെണ്ണുങ്ങളുമായിട്ട് ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല, പെണ്ണുങ്ങളുടെ പുറകെ പോയി സമയം കളയാറില്ല. ഞാനിപ്പോ നല്ലൊരു കുട്ടിയാണ്. പപ്പ ഉറപ്പായിട്ടും നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് ഞാൻ മാരേജ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളെ കഴിഞ്ഞും അമ്മയെ കഴിഞ്ഞും പെർഫെക്റ്റ് ആയ ഒരു ഷിനോബിയായി മാറുന്നു പറഞ്ഞ് അവനിപ്പോൾ കരയാനായിട്ട് ആരംഭിക്കും. അത് കേട്ട് മിനട്ടോയ്ക്കും ഒരുപാട് വിഷമായി. അവൻ അങ്ങനെ മുകളിലേക്ക് ഉയർന്നു പോകും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.